പോയിന്റിലേക്ക് ഏവർക്കും സ്വാഗതം. +1 സോഷ്യോളജിയുടെ 9ാമത്തെ ചാപ്റ്റർ സെക്കൻഡ് ടേം റിവിഷൻ, അതിൽ 5ാമത്തെ ഭാഗം. ഇപ്പോൾ ക്ലാസ് സ്ട്രഗിൾ എന്നാൽ എന്ത് എന്ന് കാൾ മാക്സിൻ്റെ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പലപ്പോഴും 3 മാർക്കിൻ്റെയും 4 മാർക്കിൻ്റെയും ചോദ്യമായിട്ടൊക്കെ കാണാറുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് പഠിച്ചു വെക്കുക. വാട്ട് ഈസ് ക്ലാസ് സ്ട്രഗിൾ? കാൾ മാക്സ് ആർഗ്യൂഡ് ദാറ്റ് വി ക്യാൻ ചേഞ്ച് ദ സൊസൈറ്റി ഇൻ ഫ്യൂച്ചർ ത്രൂ ക്ലാസ് സ്ട്രഗിൾ. അതായത് വർഗസമരത്തിലൂടെ നമുക്ക് നിലവിലുള്ള സമൂഹത്തെ മാറ്റി ഒരു സമൂഹത്തെ സൃഷ്ടിക്കാനാകും എന്നാണ് കാൾ മാക്സ് അഭിപ്രായപ്പെടുന്നത്. ഇപ്പം നമ്മളുടെ മോഡ് ഓഫ് പ്രൊഡക്ഷൻ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മളുടെ മോഡ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഉൽപ്പാദന രീതി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതനുസരിച്ച് വർക്കിംഗ് ക്ലാസ്സും മുതലാളികളും തമ്മിലൊരു പൊരുത്തക്കേടുണ്ടാവും. കാരണം മോഡ് ഓഫ് പ്രൊഡക്ഷൻ എങ്ങനെയാണ്? ഉൽപ്പാദന രീതി എന്താണ്? കൂടുതൽ ചൂഷണമാണ്. തൊഴിലാളികളെ ചൂഷണം ചെയ്യുന്നു. അതുപോലെ അവർക്കുള്ള ന്യായമായ കൂലി നൽകുന്നില്ല. അപ്പം അതനുസരിച്ച് ഇവർ തമ്മിലൊരു കോൺഫ്ലിക്റ്റ് തീർച്ചയായിട്ടും ഉണ്ടാവും. കോൺഫ്ലിക്റ്റ് ഡെവലപ്പ് ബിറ്റ്വീൻ ഡിഫറെൻറ്റ് ക്ലാസ്സസ് വിച്ച് റിസൾട്ട് ഇൻ സ്ട്രഗിൾ. അതായത് വ്യത്യസ്ത ക്ലാസ്സുകൾക്കിടയിൽ പൊരുത്തക്കേടുകൾ ഉണ്ടാകുകയും അത് ഒരു സ്ട്രഗിൾ അല്ലെങ്കിൽ ഒരു കോൺഫ്ലിക്റ്റിന് ഇടർച്ചയ്ക്ക് കാരണമാകുകയും ചെയ്യുന്നു. എങ്ങനെയാണ് എപ്പോഴും ഒരു സമരം അല്ലെങ്കിൽ ഒരു ഇഷ്ടക്കേട് പറയുന്നത്? നമ്മൾക്ക് നമ്മുടെ നഷ്ടം, നമ്മളുടെ കഷ്ടപ്പാടുകൾ മനസ്സിലാകുമ്പോൾ, തിരിച്ചറിയുമ്പോൾ, അതുമാത്രമല്ല നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കാൻ തയ്യാറാകുമ്പോഴാണ് അവിടെ ഒരു ക്ലാസ് സ്ട്രഗിൾ വരുന്നത്. ഇപ്പോൾ ഇവിടെ 2 ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളുണ്ട്. ഒന്ന്, വെൻ പീപ്പിൾ ഹാവ് ബിക്കം അവെയർ ഓഫ് ദെയർ ലോസ്, തങ്ങളുടെ നഷ്ടം അവർ തിരിച്ചറിയുമ്പോൾ, ഓർ ദെയർ എലിനേഷൻ പറഞ്ഞു, അവർ തൊഴിലിൽ നിന്ന്, പ്രകൃതിയിൽ നിന്ന്, എൻഡ് പ്രൊഡക്ട്സിൽ നിന്നൊക്കെ മാറ്റി നിർത്തിപ്പെടുമ്പോൾ, അതുപോലെ ആസ് എ യൂണിവേഴ്സൽ നോൺ ഹ്യൂമൻ സിറ്റുവേഷൻ, അവർക്കുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ, ശരിയായ പാർപ്പിടം, ശരിയായ കൂലി, അതുപോലെ തന്നെ ജീവിത സാഹചര്യങ്ങൾ, ഇതൊന്നും നൽകാതെ ഇറ്റ് വിൽ ബി പോസിബിൾ ഫോർ ദം ടു പ്രൊസീഡ് ടു എ റാഡിക്കൽ ട്രാൻസ്ഫോർമേഷൻ ഓഫ് ദെയർ സിറ്റുവേഷൻ ബൈ എ റെവല്യൂഷൻ. അങ്ങനെ അവർ വരുമ്പോൾ, അതായത് മനുഷ്യത്വരഹിതമായ സാഹചര്യം അവർ തിരിച്ചറിയുന്നു, അവരുടെ നഷ്ടത്തെക്കുറിച്ച്, അന്യവൽക്കരണത്തെക്കുറിച്ചൊരു ബോധം, കോൺഷ്യസ്നെസ് ഉണ്ടാകുമ്പോൾ അവരുടെ ആ സാഹചര്യം മാറ്റാൻ വേണ്ടി അവർ സമരം ചെയ്യുന്നു, അവർ വിപ്ലവം ഉണ്ടാക്കുന്നു. അതാണ് ക്ലാസ് സ്ട്രഗിൾ. ഇത് വളരെ ഇമ്പോർട്ടൻ്റായ ഒന്നാണ്. പിന്നെ രണ്ടാമത്തത്, ഇവർക്കൊരു ക്ലാസ് കോൺഷ്യസ്നെസ് വേണം, വർഗബോധം വേണം. തങ്ങൾ ഒരു ഗ്രൂപ്പാണ്, തങ്ങൾ സംഘടിച്ച് നിന്ന് കഴിഞ്ഞാൽ തങ്ങൾക്ക് പലതും നേടാനാകും. അതുകൊണ്ട് തന്നെ ഒരു വർഗബോധം ഉണ്ടെങ്കിൽ വർഗ സംഘടനത്തിലേക്ക് നയിക്കുന്നു. ക്ലാസ് കോൺഷ്യസ്നെസ് led to class conflicts which can leads to the overthrow of a dominant ruling class. അപ്പോൾ എല്ലാവരും ഒന്നിച്ച് നിൽക്കുകയാണെങ്കിൽ, ഒരു വർഗം ഒന്നിച്ച് നിൽക്കുകയാണെങ്കിൽ അവരെ കീഴ്പ്പെടുത്തി അല്ലെങ്കിൽ അവരെ അടിമത്തത്തിലേക്ക് നയിക്കുന്ന മേധാവിത്വ ഭരണവർഗത്തെ അവർക്ക് അട്ടിമറിക്കാൻ സാധിക്കും. ഇതാണ് റെവല്യൂഷൻ, വിപ്ലവം എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് വിപ്ലവം. ഇനി നമുക്ക് അടുത്ത വെസ്റ്റേൺ സോഷ്യോളജിസ്റ്റിനെ പരിചയപ്പെടാം. എമിൽ ഡർക്കീമാണ്. അദ്ദേഹം ഫ്രാൻസിലാണ് ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ പ്രധാന വർക്കുകളാണ് ഡിവിഷൻ ഓഫ് ലേബർ, സൂയിസൈഡ്. അപ്പോൾ ആത്മഹത്യ, തൊഴിൽ വിഭജനം, ഇത് രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആയ അദ്ദേഹത്തിൻ്റെ വർക്ക്സാണ്. ഡിവിഷൻ ഓഫ് ലേബറിൽ അദ്ദേഹം 2 തരം ഐക്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്, സോഷ്യൽ സോളിഡാരിറ്റിയെക്കുറിച്ച്. അതുപോലെ ഡിവിഷൻ ഓഫ് ലേബർ കാരണമാണ് പലപ്പോഴും നമ്മൾ സൂയിസൈഡ് എന്നുള്ള ഒരു കാര്യത്തിലേക്ക് വരുന്നത് എന്നും അദ്ദേഹത്തിൻ്റെ ഡിവിഷൻ ഓഫ് ലേബർ എന്ന ലേബർ ഇൻ സൊസൈറ്റി എന്ന ഗ്രന്ഥത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾക്ക് ആദ്യം സോഷ്യോളജിയെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ വിഷൻ എന്താണ്? പലപ്പോഴും ആനുവൽ എക്സാമിന് സ്ഥിരമായി കണ്ടുവരുന്നൊരു ചോദ്യത്തിൽ ഒന്നാണത്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കുക, പഠിക്കുക, പോയിൻറ്റ്സൊക്കെ നോട്ട് ചെയ്യുക. അപ്പോൾ ഗീവ് ഡർക്കീംസ് വിഷൻ ഓഫ് സോഷ്യോളജി. അപ്പോൾ നമുക്കറിയാം സോഷ്യോളജി എന്ന് പറഞ്ഞാൽ എന്താണ്? സോഷ്യോളജി എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ പെരുമാറ്റത്തെക്കുറിച്ച്, മനുഷ്യൻ്റെ സ്ഥാപനങ്ങളെക്കുറിച്ച്. സ്ഥാപനങ്ങളെന്ന് ഉദ്ദേശിക്കുമ്പോൾ എന്താണ്? വിവാഹം, കുടുംബം, സാമ്പത്തിക സ്ഥാപനം,
രാഷ്ട്രീയ സ്ഥാപനം, മതപരമായ സ്ഥാപനം എന്നിവയെക്കുറിച്ച്, പിന്നെ അല്ലെങ്കിൽ മനുഷ്യൻ്റെ സാമൂഹികമായ പെരുമാറ്റത്തെക്കുറിച്ചൊക്കെ പഠിക്കുന്നതല്ലേ സോഷ്യോളജി. അപ്പോൾ സോഷ്യോളജിയുടെ സബ്ജക്റ്റ് മാറ്റർ എന്താണ്? സോഷ്യോളജിയുടെ സബ്ജക്റ്റ് മാറ്റർ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ പെരുമാറ്റമാണ്, അല്ലെങ്കിൽ മനുഷ്യൻ്റെ അഭിപ്രായത്തിലൂടെയാണ് ഫാക്റ്റുകൾ കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ സബ്ജക്റ്റ് മാറ്റർ മറ്റു നാച്ചുറൽ സയൻസിൽ നിന്നും എല്ലാം വ്യത്യസ്തമാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമുക്കൊരു കെമിസ്ട്രിയിൽ നമുക്കറിയാം ഹൈഡ്രജൻ ഓക്സിജനും ചേർന്ന് 2 ഹൈഡ്രജൻ തന്മാത്രകളും ഒരു ഓക്സിജൻ തന്മാത്രകൾ അല്ലെങ്കിൽ മോളിക്യൂൾസും ചേർന്ന് കഴിഞ്ഞാൽ എന്തായി മാറും? നമ്മൾക്കവിടെ വാട്ടറായി മാറും, H2O ആയി മാറും. അത് ഏത് കാലാവസ്ഥയിലും, ലബോറട്ടറിയിലായാലും ഏത് നാട്ടിലായാലും എത്ര കാലം കഴിഞ്ഞാലും അതങ്ങനെ തന്നെ സംഭവിക്കുകയുള്ളൂ. അപ്പോൾ അത് നമുക്ക് ശാസ്ത്രീയമായി തെളിയിക്കാൻ എളുപ്പമാണ്. എന്നാൽ സോഷ്യോളജിയുടെ സബ്ജക്റ്റ് മാറ്റർ എന്ന് പറഞ്ഞാൽ ഇത്തിരി വ്യത്യാസമാണ്. അത് ഓരോ സാഹചര്യത്തിലും വ്യത്യസ്തമാണ്. മനുഷ്യൻ്റെ സ്വഭാവം നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുമോ? ഒരു അധ്യാപിക, ഫോർ ഉദാഹരണം, നിങ്ങളെപ്പോഴും കാണുന്ന ഒരു അധ്യാപിക. ആ അധ്യാപിക ചില സമയങ്ങളിൽ വളരെ ശാന്തമായി ഹാപ്പി ആയിട്ട് നിങ്ങളുടെ കോമഡി എല്ലാം രസിച്ചിരിക്കും. ചില സമയത്ത് നിങ്ങൾ എന്തെങ്കിലും പറയാതെ തന്നെ അവർക്ക് ദേഷ്യം വരും. അപ്പോൾ നമ്മൾക്കൊരു മനുഷ്യൻ്റെ പെരുമാറ്റത്തെ നമുക്കൊരിക്കലും പ്രവചിക്കാൻ പറ്റില്ല. പിന്നെ ഒരു അഭിപ്രായവും, ഇന്ന് പറയുന്ന അഭിപ്രായം നമ്മൾ കുറച്ച് നാൾ കഴിയുമ്പോൾ നമ്മുടെ അഭിപ്രായങ്ങളൊക്കെ മാറും. നമ്മുടെ പക്വത അനുസരിച്ച്, കാലങ്ങളനുസരിച്ച്, നമ്മൾ ഓരോ സാഹചര്യം അനുസരിച്ച് നമ്മൾ പൊരുത്തപ്പെടുമ്പോൾ നമ്മുടെ അഭിപ്രായത്തിലും വ്യത്യാസം വരും. അപ്പോൾ ദ സബ്ജക്റ്റ് മാറ്റർ ഓഫ് സോഷ്യോളജി വാസ് ഡിഫറെൻറ്റ് ഫ്രം അതർ സയൻസസ്. അപ്പോൾ അത് മറ്റ് ശാസ്ത്രത്തിൽ നിന്ന് വളരെ വ്യത്യാസമാണ്. അപ്പോൾ ഇത് വളരെ ശ്രദ്ധിച്ച് കേൾക്കുക കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക. ഇപ്പോൾ ലൈക്ക് അതർ നാച്ചുറൽ സയൻസസ്, സോഷ്യോളജി വാസ് ആൻ എംപിരിക്കൽ സബ്ജക്റ്റ്. എന്താണ് എംപിരിക്കൽ സബ്ജക്റ്റ്? അനുഭവത്തിലൂടെ നമ്മൾക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്നതാണ് ഫാക്റ്റ്. അല്ലാതെ നമ്മളൊരു ലാബിൽ കൊണ്ടുപോയിട്ട് ഹൈഡ്രജൻ തന്മാത്രകളും ഓക്സിജനും കൂടി ചേരുമ്പോൾ വാട്ടർ ഉണ്ടാവുമെന്ന് പറയുമ്പോൾ നമ്മൾക്കത് അങ്ങനെ ഒരു ഫാക്റ്റാണെന്ന് മനസ്സിലാക്കി ഡിക്ലെയർ ചെയ്യാൻ പറ്റുന്നതുപോലെ ഒരു മനുഷ്യൻ ഒരു സാഹചര്യത്തിൽ എങ്ങനെ പെരുമാറും എന്ന് നമുക്ക്, അല്ലെങ്കിൽ ആ മനുഷ്യൻ്റെ അഭിപ്രായം, ഇതൊന്നും നമ്മൾക്ക് തീരുമാനിക്കാൻ സാധിക്കില്ല. അത് അനുഭവ വിഷയമാണ്. അതുകൊണ്ട് തന്നെ അത് അനുഭവത്തിലൂടെ തന്നെയാണ് നമ്മൾ വസ്തുതകൾ പഠിക്കേണ്ടത്. ദ മോസ്റ്റ് ഫേമസ് എക്സാമ്പിൾ ഇൻ ഹിസ് യൂസ് ഓഫ് എ ന്യൂ കൈൻഡ് ഓഫ് എംപിരിക്കൽ ഡാറ്റ ഇൻ ഹിസ് സ്റ്റഡി ഓഫ് സൂയിസൈഡ്. അപ്പോൾ ഇവിടെ അദ്ദേഹം എമിൽ ഡർക്കീം എന്താണ് ചെയ്തത്? സൂയിസൈഡ് എന്ന ഒരു ആത്മഹത്യ എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് എടുത്തിട്ടാണ് അദ്ദേഹം ഈ എംപിരിക്കൽ സ്റ്റഡി അനുഭവ വിഷയമായിട്ട് സെലക്ട് ചെയ്തത്. ഇനി അദ്ദേഹം എന്താ ചെയ്തത്? ഒരുതരം അനുഭവ ഡാറ്റ ഉപയോഗിച്ചതിന് ഏറ്റവും ഉദാഹരണം സൂയിസൈഡ് എന്നുള്ള അദ്ദേഹത്തിൻ്റെ പഠനത്തിലാണ്. ഇനി ഡർക്കീം എന്താണ് സൊസൈറ്റിയെ കണ്ടത്? മോഡേൺ സൊസൈറ്റി എന്ന് പറയുമ്പോൾ ഒരുപാട് ആളുകൾ ഇങ്ങനെ ഒന്ന് തിങ്ങി താമസിക്കുന്നു. എല്ലാവർക്കും പ്രത്യേക ലക്ഷ്യങ്ങളുള്ളവരുണ്ട്. പ്രത്യേക ലക്ഷ്യങ്ങളുള്ളവരെല്ലാവരും ഒരു ഗ്രൂപ്പായിട്ടോ ഒരു അസോസിയേഷനായിട്ടോ താമസിക്കുന്നു. അപ്പോൾ അതാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ മോഡേൺ സൊസൈറ്റി. അപ്പം മോഡേൺ സൊസൈറ്റി എന്ന് പറയുമ്പോൾ ഇൻഡിവിജ്വൽ വിത്ത് സിമിലർ ഗോൾസ്, ഒരേ താല്പര്യമുള്ളവർ കം ടുഗെദർ വോളണ്ടറി, അവർ സ്വയം മുന്നോട്ട് വന്നിട്ട് അവർ അസോസിയേഷൻ ആകുന്നു. ഇപ്പോൾ നമുക്കറിയാം, നമുക്ക് പല സംഘടനകളും ഉണ്ട്. അപ്പോൾ അതനുസരിച്ച് പല ഗ്രൂപ്പുകളുണ്ട്. അപ്പോൾ ഇതൊക്കെ സമാജങ്ങളാണ് മലയാളത്തിൽ പറയുകയാണെങ്കിൽ. അതെല്ലാം സ്വന്തം ഇഷ്ടത്തിൽ നമ്മളുടെ കാര്യങ്ങൾ നേടാൻ വേണ്ടി ഉണ്ടാക്കുന്നതാണത്. അപ്പോൾ ഇൻഡിവിജ്വൽ മൈറ്റ് ബിലോങ് ടു വേരിയസ് സച്ച് ഗ്രൂപ്പ്സ്. അതുകൊണ്ട് തന്നെ പല ഗ്രൂപ്പുകളുടെയും അംഗമാണ്. അതുകൊണ്ട് ഹാവ് മെനി ഡിഫറെൻ്റ് ഐഡൻറ്റിറ്റീസ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഒരു എക്സാമ്പിൾ, ഇപ്പോൾ ടീച്ചർ എന്നുള്ള ഒരു എക്സാമ്പിൾ തന്നെ എനിക്ക് പറയാം. അപ്പോൾ ഞാനൊരു ടീച്ചേഴ്സിൻ്റെ ഗ്രൂപ്പിലാണ് ഞാൻ പെടുന്നത്. അപ്പോൾ എൻ്റെ ഐഡൻറ്റിറ്റി ടീച്ചർ എന്നുള്ളതാണ്. അപ്പം ഞങ്ങളുടെ സംഘടനകളിൽ ഞങ്ങളുടെ ആവശ്യങ്ങളാണ് ഞങ്ങൾ ഉന്നയിക്കുന്നത്. ഞങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, ഒരു അധ്യാപിക അല്ലെങ്കിൽ അധ്യാപന രംഗത്തുള്ളവർ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങളാണ് ഞങ്ങൾ പരിഹാരം കാണാനായിട്ട് സംഘടിച്ച അസോസിയേഷനിൽ സംസാരിക്കുക. അപ്പോൾ ഇങ്ങനെ പല ഗ്രൂപ്പുകളുണ്ട്. അപ്പോൾ തിയറി ഓഫ് സൂയിസൈഡ് പറയുകയാണെങ്കിൽ, ഡർക്കീംസ് തിയറി ഓഫ് സൂയിസൈഡ് റിലേറ്റഡ് ടു വേരിയസ് വേസ് ടു ദ ഡിവിഷൻ ഓഫ് ലേബർ. അപ്പോൾ തൊഴിൽ വിഭജനവും ബന്ധപ്പെടുത്തിയാണ് നമ്മൾക്കിവിടെ സൂയിസൈഡ് എന്ന തിയറി പറയാൻ പറ്റുന്നത്.
ഈ സൂയിസൈഡ് എന്ന തിയറി അതൊരു സൂയിസൈഡ് എന്നുള്ളത് ഒരു പേഴ്സണൽ പ്രോബ്ലം അല്ല, അതൊരു സോഷ്യൽ പ്രോബ്ലമാണ്. അപ്പോൾ ഡർക്കീമിൻ്റെ അഭിപ്രായത്തിൽ ആത്മഹത്യ എന്ന് പറയുന്നത് നമ്മളെപ്പോഴും വിചാരിക്കും ഒരാളുടെ ആത്മഹത്യ എന്ന് പറയുന്നത് അയാളുടെ വ്യക്തിപരമായ പ്രശ്നങ്ങൾ കൊണ്ടാണ്, അതൊരു കാരണം മാത്രമാണ്. പക്ഷെ ആ ഒരു വ്യക്തി ആത്മഹത്യ ചെയ്യുമ്പോൾ അത് സോഷ്യൽ പ്രോബ്ലമായി മാറുകയാണ്. പിന്നെ ആ ഒരു ആത്മഹത്യ ചെയ്ത ബോഡി പോലീസിൻ്റെ സാന്നിധ്യത്തിലേ തൊടാൻ സാധിക്കുകയുള്ളൂ. അതിനുശേഷം പോസ്റ്റ്മോർട്ടം ചെയ്ത് അതിൻ്റെ കാര്യങ്ങളൊക്കെ വരുന്നു. പിന്നെ നമ്മൾക്ക് അവിടെ യാതൊരു റോളും ഇല്ല. ബന്ധുക്കളാണെങ്കിലും നമ്മൾ മാറി നിൽക്കേണ്ടി വരുന്നു. അതിപ്പോൾ ഏറ്റവും അടുത്ത ബന്ധുവാണ് ആത്മഹത്യക്ക് കാരണമെങ്കിൽ അറസ്റ്റ് ചെയ്യപ്പെടുന്നു. ആത്മഹത്യാ പ്രേരണ, അപ്പം ഇത് മൊത്തം പിന്നെ അത് കൊണ്ട് ഇതിൻ്റെ മറ്റു കാര്യങ്ങളും എല്ലാം ഇത് സോഷ്യൽ ചർച്ചയായിട്ട് മാറുന്നു. അപ്പോൾ ഇതൊക്കെയാണ് സൂയിസൈഡ് ഒരു സോഷ്യലാണ് എന്ന് പറയുന്ന വ്യക്തിപരമായ പ്രശ്നമല്ല, ഇതൊരു സാമൂഹ്യ വസ്തുതയാണ്. ഇനി ഒരു വ്യക്തിയെ ആത്മഹത്യയിലേക്ക് നയിക്കുന്ന ഘടകത്തിനെ നമ്മൾ രണ്ട് പ്രധാന ഘടകങ്ങളാണ് പറയുന്നത്. ഒന്ന് സോഷ്യൽ ഇൻ്റഗ്രേഷൻ, സാമൂഹ്യ സംയോജനം, അല്ലെങ്കിൽ സോഷ്യൽ കൺട്രോൾ. ഇപ്പോൾ സൂയിസൈഡ് ഒക്കർ വെൻ സോഷ്യൽ ഇൻ്റഗ്രേഷൻ ഡിക്രീസ്, അതായത് സാമൂഹ്യ സംയോജനം കുറയുമ്പോൾ, നമ്മൾക്ക് മറ്റുള്ളവരുമായി പൊരുത്തപ്പെടാൻ സാധിക്കാതെ വരുമ്പോൾ. ഇപ്പോൾ ആദ്യം കുടുംബം എന്ന ഗ്രൂപ്പ് എടുക്കാം. കുടുംബത്തിൽ അഭിപ്രായ വ്യത്യാസം വരുന്നു, നമ്മൾ ഒറ്റപ്പെടുന്നു, നമ്മൾ ആരും അംഗീകരിക്കുന്നില്ല, നമ്മൾ വെറുക്കപ്പെട്ടവനായി. അതേപോലെ സമൂഹത്തിലും നമ്മളെ അവർ കൂടെ ചേർക്കുന്നില്ല. നമ്മളുടെ ചില കാരണങ്ങളുകൊണ്ട്, എന്തെങ്കിലും കാരണങ്ങളുകൊണ്ട് നമ്മളെ അവർ മാറ്റി നിർത്തുകയും ചെയ്യുമ്പോൾ അതിൽ വേദനിച്ച് നമ്മൾ ഏകാന്തത അനുഭവിക്കുകയും ഒറ്റപ്പെട്ടവനായി തോന്നുകയും അങ്ങനെ നമ്മൾ വിഷമിച്ച് ആത്മഹത്യയിലേക്ക് പോകാം. അപ്പോൾ സൂയിസൈഡൊക്കെ വെൻ സോഷ്യൽ ഇൻ്റഗ്രേഷൻ കുറയുമ്പോഴും കൂടുമ്പോഴും, സോഷ്യൽ ഇൻ്റഗ്രേഷൻ കൂടുമ്പോഴും പ്രശ്നം തന്നെയാണ്. ഓവറായിട്ട് അറ്റാച്ച്മെൻ്റ് ആണ്. അപ്പോൾ അവിടെ ചെറിയ പ്രശ്നത്തിൽ വരും, നമുക്ക് പ്രശ്നങ്ങൾ വരും, വിഷമങ്ങൾ വരും. ആൻഡ് വെൻ സോഷ്യൽ കൺട്രോൾ ഡിക്രീസ് ചെയ്യുമ്പോൾ, അത് മറ്റൊരു പോയിൻ്റാണ്. സാമൂഹ്യ നിയന്ത്രണം കുറയുമ്പോൾ, അതായത് നമ്മൾ സമൂഹത്തിലെ ചട്ടങ്ങളൊക്കെ അനുസരിക്കാതെ വരുമ്പോൾ, ക്രിമിനൽ ആക്ടിവിറ്റിയിലേക്ക് വരുമ്പോൾ, പലപ്പോഴും അത് പിടിക്കപ്പെടുമ്പോൾ, സമൂഹത്തിൽ പ്രശ്നമാകുമ്പോൾ ആത്മഹത്യയിലേക്ക് വരും. അതുപോലെ സോഷ്യൽ കൺട്രോൾ ഇൻക്രീസ് ആയാലോ, അമിതമായി നമുക്ക് മറ്റുള്ളവരുടെ നിയന്ത്രണം, പ്രഷർ, ഇപ്പോൾ ഹസ്ബൻഡ് വൈഫ് റിലേഷനിലെ ഹസ്ബൻഡ് ഓവറായിട്ട് സ്ത്രീയെ നിയന്ത്രിക്കുകയും കഷ്ടപ്പെടുത്തുകയും ചെയ്യുമ്പോൾ ആത്മഹത്യയിലേക്ക് പോകാം. അല്ലെങ്കിൽ ഒരു അടിമ ഉടമ എന്ന് പറയുന്ന രീതിയിലേക്ക് പോകുമ്പോൾ ഉടമയിൽ നിന്ന് രക്ഷപ്പെടാൻ ആത്മഹത്യ ചെയ്യുന്നു. ഇതൊക്കെ നമുക്കിതിന് ഉദാഹരണമായിട്ട് പറയാം. അപ്പോൾ ആത്മഹത്യയിലേക്ക് നയിക്കുന്ന രണ്ട് ഘടകങ്ങളാണ് സാമൂഹ്യ സംയോജനവും സാമൂഹ്യ നിയന്ത്രണവും. അപ്പോൾ സാമൂഹ്യ സംയോജനം കുറഞ്ഞാലും കൂടിയാലും ചിലപ്പോൾ ആത്മഹത്യയിലേക്ക് നയിക്കാം. അതുപോലെ സാമൂഹ്യ നിയന്ത്രണം ഇല്ലാതെ അഴിച്ചുവിട്ട് അവൻ തോന്നിയ പോലെയൊക്കെ ജീവിച്ചാലും, ഓവറായിട്ട് അവനെ കൺട്രോൾ ചെയ്താലും ആത്മഹത്യയിലേക്ക് നയിക്കാം. അപ്പോൾ എമിൽ ഡർക്കീമിൻ്റെ അഭിപ്രായത്തിൽ അദ്ദേഹം 4 തരം ആത്മഹത്യയെക്കുറിച്ചാണ് പറയുന്നത്. ഒന്ന് ഈഗോയിസ്റ്റിക് സൂയിസൈഡ്. ഇപ്പം നമുക്ക് ഈഗോ എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ സെൽഫാണ്. ഈഗോ എന്ന് പറഞ്ഞാൽ സെൽഫാണ്. നമ്മളെ സെൽഫിനെ ഹേർട്ട് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾക്ക് മാനഹാനി സംഭവിക്കുമ്പോൾ എന്ന് വേണമെങ്കിൽ പറയാം. അതിനെ നമ്മൾ ഈഗോയിസ്റ്റിക് സൂയിസൈഡ് എന്ന് പറഞ്ഞാൽ അഹന്താപരമായ ആത്മഹത്യ. അഹങ്കാരം എന്നുള്ള ഉദ്ദേശിക്കുന്നില്ല, നമ്മളുടെ അഭിമാനക്ഷതം ഏൽക്കുമ്പോൾ ആ വ്യക്തിക്ക് ജീവിക്കാൻ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ മറ്റുള്ളവരുമായി ഇൻ്റഗ്രേഷൻ ഉണ്ടാകുന്നില്ല, സംയോജനം ഉണ്ടാകുന്നില്ല, ഒറ്റപ്പെടുന്നു. അങ്ങനെ വരുന്ന സമയത്ത് ആത്മഹത്യ സംഭവിക്കുന്നു. ഈഗോയിസ്റ്റിക് സൂയിസൈഡ് ഈസ് എ പ്രൊഡക്ഷൻ ഓഫ് ലാക്ക് ഓഫ് ഇൻ്റഗ്രേഷൻ ഇല്ലാണ്ട് വരുമ്പോൾ. ഇറ്റ് റിസൾട്ട് ഫ്രം ലോൺലിനെസ്. തീർച്ചയായിട്ടും അത് ഏകാന്തത, അല്ലെങ്കിൽ കൂടുതൽ ഇൻഡിവിജ്വലിസം, അതായത് സെൽഫിഷായി പോകും ചിലവർ. വ്യക്തികൾ തനിക്ക് തന്നെ സെൽഫിന് കൂടുതൽ പ്രാധാന്യം വരും. അല്ലാതെ ഒരുപാട് അഭിമാനമൊക്കെ നല്ലതാണ്, പക്ഷെ ദുരഭിമാനം നല്ലതല്ല. അങ്ങനെ വരുമ്പോഴൊക്കെയാണ് പലപ്പോഴും ഒരു നിസ്സാര കാര്യം മതി. ഇപ്പോൾ നമുക്കറിയാം, കുട്ടികൾ അമ്മമാരോട്, മാതാപിതാക്കളോട് പിണങ്ങി ആത്മഹത്യ ചെയ്യുന്നു. ചില സമയത്ത് നിസ്സാര കാര്യങ്ങളായിരിക്കാം അവരെ ആത്മഹത്യയിലേക്ക്. അവർക്കൊരു ദുരഭിമാനമാണ്. അമ്മ പറയുന്നുണ്ടാവും ചിലപ്പോൾ, ഉള്ളതുകൊണ്ടൊക്കെ ജീവിക്കുക, ഞങ്ങൾക്ക് ഇത്രയൊക്കെ തരാൻ പറ്റുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ, അല്ലെങ്കിൽ നീ എന്തെങ്കിലും അങ്ങനെ ഒരു വാക്ക് ഉപയോഗിക്കുമ്പോൾ അവിടെ അഭിമാനം ഹേർട്ടാകുകയും
കുട്ടി ആത്മഹത്യ ചെയ്യും. അതുതന്നെയാണ് മുതിർന്നവരുടെ ഇടയിലും ചില വാക്കുകൾ കൊണ്ട് നോവിക്കുമ്പോൾ ആത്മഹത്യ സംഭവിക്കുന്നത്. അത് തീർച്ചയായിട്ടും അത് ഹു ആർ ലോൺലി, ഒറ്റപ്പെട്ടു പോകുമ്പോഴും, അല്ലെങ്കിൽ ഈഗോയിസ്റ്റിക് ടെൻറ്റ്, അവർക്ക് എപ്പോഴും ഇങ്ങനെ ഒരു ദുരഭിമാനം ഒക്കെ ഉള്ളവരാണ് ഇങ്ങനെയുള്ള ആത്മഹത്യയിലേക്ക് പോകുന്നത്. അക്കോർഡിംഗ് ടു ഡർക്കിൻ, ഈഗോയിസ്റ്റിക് സൂയിസൈഡ് ഈസ് ഫൗണ്ട് മോർ ഇൻ ബാച്ചിലേഴ്സ്. ഏറ്റവും കൂടുതൽ കാണുന്നത് ബാച്ചിലേഴ്സ്, അവിവാഹിതരിലെ, വിഡോസ്, ഡിവോഴ്സീസിലൊക്കെയാണ് ആത്മഹത്യയിൽ പ്രവണത കൂടുതൽ കാണുന്നത്. ഇന്ന് സൊസൈറ്റിയിൽ ഒത്തിരി മാറ്റം സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ നോട്ടെല്ലാം നമുക്കറിയാം, ഈ ബുക്കെല്ലാം പ്രിൻ്റ് ചെയ്തത് ഒരുപാട് വർഷങ്ങൾക്ക് മുന്നെയാണ്. അതുകൊണ്ട് തന്നെ ബാച്ചിലേഴ്സ് ഇന്ന് വളരെ ഹാപ്പി ആയിട്ട് ജീവിക്കുന്നുണ്ട്, ഡിവോഴ്സീസും ഇന്ന് ഹാപ്പി ആയിട്ട് ജീവിക്കുന്നുണ്ട്, വിഡോസും വളരെ ഹാപ്പി ആയിട്ട് ജീവിക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം പക്ഷേ നോട്ട് കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ എക്സാമ്പിൾ നിങ്ങൾക്ക് കൊടുക്കാം. ഇനി അനോമിക് സൂയിസൈഡ്. അനോമിക് സൂയിസൈഡ് എന്ന് പറയുമ്പോൾ ദ ബ്രേക്ക് ഡൗൺ ഓഫ് നോംസ്. നമ്മൾ ചട്ടങ്ങൾ ലംഘിക്കുമ്പോൾ, അല്ലെങ്കിൽ ചട്ടങ്ങളിൽ മാറ്റങ്ങൾ വരുമ്പോൾ, പിടിച്ചു നിൽക്കാൻ പറ്റാതെ വരുമ്പോൾ, അവിടെയാണ് നമ്മൾ പറയേണ്ടത് സഡൻ സോഷ്യൽ ചേഞ്ചസ് ദാറ്റ് ആർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മോഡേൺ ടൈം. നമ്മളുടെ ഇന്നത്തെ ആധുനിക സൊസൈറ്റിയുടെ ഒരു പ്രത്യേകതയാണ് പെട്ടെന്ന് തന്നെ എക്കണോമിക് മാന്ദ്യം. ഇപ്പോൾ മാർക്കറ്റ് പ്രൈസ് ഇടിയുന്നു. ഇപ്പോൾ ട്രേഡിങ്ങിലൊക്കെ പൈസ നിക്ഷേപിച്ചിട്ടുള്ളവർക്ക് കോടിക്കണക്കിന് രൂപ നഷ്ടമാകുന്നു, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ബിസിനസ് പരാജയപ്പെടുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ചില ബ്രേക്ക് ഡൗൺ കൊണ്ട് ആത്മഹത്യയിലേക്ക് പോവുകയാണ്. അപ്പോൾ എന്തെങ്കിലും ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ, അപ്പോൾ നിലവിലുള്ള നിയന്ത്രണങ്ങൾ ഇല്ലാതെ വരുമ്പോൾ ജനങ്ങളുടെ മനസ്സിലാകെ ടെൻഷൻ ഉണ്ടാകുന്നു, ആശയക്കുഴപ്പത്തിലേക്ക്, അവർ ആത്മഹത്യയിലേക്ക് പോകുന്നു. ഫോർ എക്സാമ്പിൾ, സഡൻ എക്കണോമിക് ബ്രേക്ക് ഡൗൺ ഓഫ് ആൻ ഇൻഡിവിജ്വൽ മേ ലീഡ് ടു ഹിസ് സൂയിസൈഡ്. പെട്ടെന്ന് നല്ല ജോലിയുള്ള ഒരു വ്യക്തിക്ക് എന്തെങ്കിലും കാരണം കൊണ്ട് ജോലി നഷ്ടമാകുകയോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളുകൊണ്ട് അവരുടെ ഭൂമി നഷ്ടമാകുകയോ, അവരുടെ ജീവിത വരുമാനം ഇല്ലാണ്ടാകുകയോ, സൊസൈറ്റിയിൽ അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാതെയാകുകയോ, ബാങ്കിൻ്റെ കടം കൂടി ജപ്തി വരികയോ, അങ്ങനെയുള്ള പല പ്രശ്നങ്ങളാണ് അവരെ ആത്മഹത്യയിലേക്ക് നയിക്കുന്നത്. ഇനി മൂന്നാമത്തത് ആൾട്രൂയിസ്റ്റിക് സൂയിസൈഡ് എന്ന് പറഞ്ഞാൽ അവർ സമൂഹത്തിന് വേണ്ടി പോരാടി, സമൂഹത്തിന് വേണ്ടി ജീവൻ ത്യാഗം ചെയ്യുന്നവരാണ്. അതിനു വേണ്ടി തന്നെ അവർ ആത്മഹത്യക്ക് വേണ്ടി ഇറങ്ങിത്തിരിച്ചവരാണ്. അപ്പോൾ ഇറ്റ് ഈസ് ആൻ ആക്ട് ഓഫ് ടേക്കിംഗ് ഓഫ് വൺസ് ലൈഫ് ഫോർ ദ സേക്ക് ഓഫ് സോഷ്യൽ കോസ്. അപ്പോൾ അവർ ആത്മഹത്യ ചെയ്തതെന്ന് പറഞ്ഞാൽ ഒരു പൊതു ലക്ഷ്യത്തിന് വേണ്ടി സ്വന്തം ജീവൻ ബലി കഴിക്കുന്നവരാണ്. അതിന് ഏറ്റവും ഉദാഹരണമായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് സോൾജിയേഴ്സ് തന്നെയാണ്. സോൾജിയേഴ്സ് പട്ടാളം ഒരു യുദ്ധരംഗത്തേക്ക് ഇറങ്ങുമ്പോൾ അവർക്കറിയാം അവർ മരിച്ചു വീഴുമെന്ന്. എങ്കിലും അവർ ധീരമായി മുന്നോട്ട് ചെന്ന് അവർ മരിക്കാൻ തയ്യാറാകുകയാണ്. സോൾജിയേഴ്സ് ഡൈയിങ് ഇൻ ദ ബാറ്റിൽ ഫീൽഡ് ഫോർ ദെയർ മദർലാൻഡ്. ഇനി നാലാമത്തതാണ് ഫേറ്റലിസ്റ്റിക് സൂയിസൈഡ്. അതായത് ഇവിടെ നമുക്ക് വളരെ സ്ട്രിക്റ്റായ റെഗുലേഷൻ, ഇവിടെ ജീവിക്കാനേ പറ്റുന്നില്ല, നമ്മൾക്ക് ഇതിൽ നിന്ന് ഒരു രക്ഷപ്പെടാനും പറ്റുന്നില്ല എന്ന് കാണുമ്പോൾ അന്തിമമായിട്ട് ഒരു ഫേറ്റലായിട്ട് നമ്മൾ കാണുന്നതാണ് ആത്മഹത്യ. പലപ്പോഴും നമ്മൾ പല സിനിമയിലും കാണാറുണ്ട്, ചില സാഹചര്യത്തിൽ രക്ഷപ്പെടാൻ പോലീസിൻ്റെ വേട്ടയാടലിൽ നിന്ന് രക്ഷപ്പെടാൻ വരാതെ വരുമ്പോഴൊക്കെ അവരൊക്കെ എവിടെയെങ്കിലും അങ്ങോട്ട് ചാടി ആത്മഹത്യ ചെയ്ത് കളയാം. അല്ലെങ്കിൽ ഇവിടെ നമുക്ക് ഒരു സ്ലേവ് കമ്മിറ്റിംഗ് സൂയിസൈഡ് ടു എസ്കേപ്പ് ഫ്രം ഹിസ് മാസ്റ്ററിൽ നിന്ന് എന്നേക്കുമായ ഒരു മോചനം കിട്ടുക. ഇങ്ങനെ ജീവിക്കുന്നതിനും ഭേദം മരണമാണ് എന്ന് കണ്ടിട്ട് ആത്മഹത്യ ചെയ്യാം. പലപ്പോഴും നമ്മൾ ശിക്ഷ വിധിക്കുമ്പോൾ കുറ്റവാളിയെ ജയിലിലൊക്കെ അടക്കുമ്പോൾ ഇനി പുറത്തിറങ്ങിയിട്ട് എന്തിനാണ്, അപമാനമാണ്, അല്ലെങ്കിൽ ഇനി കുറ്റവിചാരണ നടത്തി കഴിഞ്ഞ് വരുമ്പോൾ ചിലപ്പോൾ 18 വർഷം ജീവപര്യന്തമായിരിക്കും, അല്ലെങ്കിൽ തൂക്കിക്കൊല്ലലായിരിക്കും. ഇതൊക്കെ മനസ്സിലാവുമ്പോൾ അങ്ങോട്ട് ത്യജിക്കുക, ആത്മഹത്യ, ഇതിനൊക്കെയാണ് നമ്മൾ ഫേറ്റലിസ്റ്റിക് സൂയിസൈഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഡർക്കീമിൻ്റെ അഭിപ്രായത്തിൽ ഈ സൂയിസൈഡ് എല്ലാം നമ്മുടെ സോഷ്യലാണെന്ന് പറഞ്ഞല്ലോ. സൊസൈറ്റിയാണ് ഒരു വ്യക്തിയെ ആത്മഹത്യ ചെയ്യിപ്പിക്കുന്നത്. സൊസൈറ്റിയിലെ ചില പ്രശ്നങ്ങളാണ് ആ ഒരു വ്യക്തിയെ അവിടെ ജീവിക്കാൻ പറ്റാതാക്കുന്നത്. അതുകൊണ്ട് തന്നെ അക്കോർഡിംഗ് ടു ഡർക്കീം, സൂയിസൈഡ് ഈസ് റിലേറ്റഡ് ടു സോഷ്യൽ സ്ട്രക്ചർ ആൻഡ് ഇറ്റ്സ് ഫങ്ഷൻ. അപ്പോൾ സമൂഹത്തിൻ്റെ ഘടനയും പ്രവർത്തനവുമാണ്, അതുമായി ബന്ധപ്പെട്ടാണ് ആത്മഹത്യ
ഉള്ളത്. അപ്പോൾ ഡർക്കിംഗ് കൺസിഡേർഡ് ദ ഡെവലപ്മെൻറ്റ് ഓഫ് ഡിവിഷൻ ഓഫ് ലേബർ. അപ്പോൾ എവിടെയും നമുക്ക് ഡിവിഷൻ ഓഫ് ലേബർ, തൊഴിൽ വിഭജനം വരുമ്പോൾ, അതൊക്കെ വരുമ്പോഴാണ് ആളുകൾ ആത്മഹത്യയിലേക്ക് നയിക്കുന്നത്. അത് എക്സസീവായിട്ടുള്ള ഒരു ചൂഷണം വരുമ്പോഴും ജീവിക്കാൻ നിവൃത്തിയില്ലാണ്ട് വരുമ്പോഴും ഒക്കെയാണ് ആത്മഹത്യ ചെയ്യുന്നത്. അപ്പോൾ ഇതെപ്പോഴും എങ്ങനെയാണ് ഈ തൊഴിൽ വിഭജനം വരുന്നത്? കുറച്ച് ആളുകളെ ഉള്ളെങ്കിൽ അവരെല്ലാവരും എല്ലാ ജോലികളും ചെയ്യും. ഒരു കൂടുതൽ ആളുകൾ വരുമ്പോൾ എല്ലാവർക്കും എല്ലാ ജോലിയും ചെയ്യാൻ സാധിക്കാതെ അവർ തൊഴിൽ വിഭജിച്ച് കൊടുക്കും. അപ്പോൾ ഡെവലപ്മെൻറ്റ് ഓഫ് ഡിവിഷൻ ഓഫ് ലേബർ ടു ബി അസോസിയേറ്റഡ് വിത്ത് ദ ഇൻക്രീസിങ് കോണ്ടാക്ട് എമംഗ് ദി പീപ്പിൾ. ആളുകളുടെ എണ്ണം കൂടുമ്പോൾ, അപ്പോൾ എവിടെയാണ് ഗ്രേറ്റർ ഡെൻസിറ്റി ഓഫ് കോണ്ടാക്ട്, അവിടെ സ്പെഷ്യലൈസേഷൻ വേണം. അപ്പോൾ ദർ ഈസ് എ ഗ്രേറ്റർ ഡെൻസിറ്റി ഓഫ് കോണ്ടാക്ട് സോ ദാറ്റ് പീപ്പിൾ ആർ ലെഡ് ടു സ്പെഷ്യലൈസ്. അപ്പോൾ ഡിവിഷൻ ഓഫ് ലേബർ വന്നിരിക്കുന്നത് ഇൻ ഡിഫറെൻറ്റ് വേസ്, പല വിധത്തിലാണ്. ഓരോ സൊസൈറ്റിയിലും തൊഴിൽ വിഭജനം വ്യത്യസ്തമാണ്. അങ്ങനെ വരുമ്പോൾ, തൊഴിൽ വിഭജനം വരുമ്പോൾ ആളുകൾ തമ്മിൽ പല രീതിയിൽ ഐക്യപ്പെടണം. ഇപ്പോൾ നമ്മുടെ സൊസൈറ്റിയിൽ തന്നെ എന്തെല്ലാം തൊഴിലുകളുണ്ട്. നമ്മൾക്ക് കൃഷി ചെയ്യുന്നവരുണ്ട്, കച്ചവടം ചെയ്യുന്നവരുണ്ട്, പലചരക്ക് കടയുമായി ബന്ധപ്പെട്ട് ട്രാൻസ്പോർട്ടേഷൻ ബസ്സുകളുമായി. അപ്പോൾ നമുക്ക് എല്ലാവരെയും ഡിപ്പെൻഡ് ചെയ്യണം. അതുപോലെ എഡ്യൂക്കേഷൻ രംഗത്ത് അധ്യാപകരുണ്ട്. ഇനി നിയമ വ്യവസ്ഥയിൽ നമുക്ക് വക്കീലിനെ ഡിപ്പെൻഡ് ചെയ്യണം. അപ്പം നമ്മൾക്ക് ഇങ്ങനെ ഒത്തിരി ആളുകളെ ഡിപ്പെൻഡ് ചെയ്യാനുണ്ട്. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മൾക്ക് ഐക്യം വേണം. ഇപ്പം നമ്മളൊരു ചെറിയ ഗ്രൂപ്പാണെങ്കിൽ നമ്മൾക്കത് നാച്ചുറലായിട്ട്, നമ്മളിപ്പോൾ ഒരു ഫാമിലിയിലുള്ള ഐക്യം എന്ന് പറയുമ്പോൾ നമ്മളത് തന്നെ വരുന്നതാണ്, ആരും നമ്മളെ ഉണ്ടാക്കുന്നതല്ല. നമുക്ക് അച്ഛനും അമ്മമാർക്ക് മക്കളോടുള്ള കമ്മിറ്റ്മെൻറ്റ്, അല്ലെങ്കിൽ മക്കൾക്ക് സിബ്ലിങ്സ് സഹോദരങ്ങളോടുള്ള കമ്മിറ്റ്മെൻറ്റ്, ഇതെല്ലാം സ്വയം വരുന്നതാണ്. അതുപോലെ ചെറിയൊരു സമൂഹത്തിലൊക്കെ, ഒരു ആദിവാസി സമൂഹത്തിലൊക്കെയുള്ള ഐക്യം അവർക്ക് സ്വയം വരുന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് സോളിഡാരിറ്റി, സാമൂഹിക ഐക്യദാർഢ്യം, നമ്മളൊന്നെന്നുള്ള ആ ചിന്ത വരുന്നത്? രണ്ട് രീതിയിലാണ് എന്ന് ഡിവിഷൻ ഓഫ് ലേബർ എന്ന സൊസൈറ്റിയിൽ എമിൽ ഡർക്കീം എക്സ്പ്ലെയിൻ ചെയ്യുന്നു. അപ്പോൾ സോഷ്യൽ സോളിഡാരിറ്റി എന്ന് പറഞ്ഞാൽ രണ്ട് വിധം. ഒന്ന് മെക്കാനിക്കൽ, അറിയാതെ വരെയാണ്, യാന്ത്രികമായി വരെയാണ്. ഒന്ന് ഓർഗാനിക്, നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണ് ഐക്യം. നമുക്കത് വേണോട്ടോ, നമ്മൾ ഒന്നിച്ച് നിന്നാലേ നമുക്ക് എന്തെങ്കിലും നേടാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് ഓർഗാനിക് സോളിഡാരിറ്റി. അപ്പം മെക്കാനിക്കൽ സോളിഡാരിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരേ സമാനതയോടെ ജീവിക്കുന്ന ആളുകൾ തമ്മിലാണ് അറിയാതെ ഒരു ഐക്യം വരുന്നത്. ഇൻ എ സൊസൈറ്റി ദാറ്റ് എക്സിബിറ്റ് മെക്കാനിക്കൽ സോളിഡാരിറ്റി, ഇറ്റ്സ് കൊഹഷൻ ആൻഡ് ഇൻറ്റഗ്രേഷൻ, അവരുടെ ഏകീകരണവും സംയോജനവും ഒക്കെ വരുന്നത് എങ്ങനെയാണ്? അവരെല്ലാം ഒരേപോലെ ജീവിക്കുന്നവരാണ്, സമാനമായ ചിന്താഗതിയുള്ളവരാണ്, സമാനമായ ജീവിത രീതി, കൾച്ചറൽ സ്റ്റൈലുള്ളവരാണ്, അല്ലെങ്കിൽ അവർ ഒരേ രീതിയിലുള്ള ജോലി ചെയ്യുന്നവരാണ്, അല്ലെങ്കിൽ അവർ ഏതെങ്കിലും ഒരേ വിഭാഗത്തിലുള്ള വിഭാഗക്കാരാണ്. അങ്ങനെ വരുമ്പോഴാണ് അവിടെ മെക്കാനിക്കൽ സോളിഡാരിറ്റി ഉണ്ടാകുന്നത്. ഇനി മെക്കാനിക്കൽ സോളിഡാരിറ്റി നോർമലി ഓപ്പറേറ്റ് ഇൻ ട്രഡീഷണൽ ആൻഡ് സ്മോൾ സ്കെയിൽ സൊസൈറ്റി. ഇപ്പം നമ്മൾ ചെറിയ സമൂഹങ്ങളിലും അതുപോലെ നമ്മൾക്ക് പരമ്പരാഗത സമൂഹങ്ങളിലെ ആദിവാസികൾ ഒക്കെയാണ് മെക്കാനിക്കൽ സോളിഡാരിറ്റിക്ക് ഉദാഹരണം. ഇൻ സിംപ്ലർ സൊസൈറ്റിയിലെ മെക്കാനിക്കൽ സോളിഡാരിറ്റി ബന്ധുക്കളാണ്. അവരെല്ലാവരും കൂടി ജീവിക്കുമ്പോൾ അവരുടെ രക്തബന്ധുക്കളാണ്. അതുകൊണ്ട് ഫാമിലിയൽ നെറ്റ്വർക്കാണ്, അതായത് എല്ലാം ബന്ധുക്കളായിരിക്കും. അപ്പോൾ അവർക്ക് തങ്ങളുടെ കുടുംബം, തങ്ങളുടെ കുലം, തങ്ങളുടെ ഗോത്രം എന്നിങ്ങനെയുള്ള ഒരു യാന്ത്രികമായ ഐക്യം വരും. അവിടെ പൊതു ആരാധനയുണ്ടാവും. അപ്പോൾ ഇതെല്ലാം അവരമ്പലത്തിലൊക്കെ ഒന്നിച്ച് കൂടുമ്പോഴൊക്കെ അവർക്കൊരു യാന്ത്രികമായ ഐക്യം ഉണ്ടായിരിക്കും. ഇനി ഓർഗാനിക് സോളിഡാരിറ്റി ഉണ്ടാകുന്നത് എങ്ങനെയാണ്? കോംപ്ലക്സ് സൊസൈറ്റിയിലാണ്. അവിടെ യാതൊരു ഐക്യവുമില്ല. ഇപ്പോൾ ഒരു സിറ്റിയിൽ തന്നെ ആലോചിക്കാം, അവിടെ തന്നെ എത്ര തരം ആൾക്കാരാണുള്ളത്. വിവിധ ഭാഷ സംസാരിക്കുന്നവർ, വിവിധ ഫുഡ് സ്റ്റൈലുള്ളവർ, റിലീജിയസ് വേർഷിപ്പ് ഉള്ളവർ. പക്ഷേ അവരുടെ പ്രൊഫഷൻ അല്ലെങ്കിൽ അവരുടെ അയൽപ്പക്ക, അവർ താമസിക്കുന്ന അയൽപ്പക്ക ബന്ധങ്ങൾ, അവരെല്ലാം കൂടി ഒരു ഗോള്, എന്തെങ്കിലും ഒരു ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ടി ഒന്നിക്കുന്നു. അതാണ് ഓർഗാനിക് സോളിഡാരിറ്റി എന്ന് പറയുന്നത്. ഇറ്റ്സ് എ സോഷ്യൽ കൊഹഷൻ ബേസ്ഡ് അപ്പോൺ ഇൻ്റർഡിപ്പെൻഡൻസ്. അങ്ങോട്ടും ഇങ്ങോട്ടും അവരെ ആശ്രയിക്കുന്നു. അപ്പം നമുക്ക് വേണമെങ്കിൽ ഒരു ഇൻഡസ്ട്രിയൽ സൊസൈറ്റീനെ പറയാം. വ്യവസായ സമൂഹത്തിലെ തൊഴിലാളികൾ മുതലാളികളെ ആശ്രയിക്കുന്നു, മുതലാളികളും
തൊഴിലാളികളെ ആശ്രയിക്കുന്നു. ഇവർ രണ്ടുപേരും പരസ്പരം ആശ്രയിക്കാതെ തരമില്ല. പിന്നെ അതുപോലെ തന്നെ റൈസസ് ബിറ്റ്വീൻ പീപ്പിൾ ഫ്രം സ്പെഷ്യലൈസേഷൻ ഓഫ് വർക്ക്. ഒരേ തരം ജോലി ചെയ്യുന്ന ആൾക്കാർ അവരൊന്നിക്കുന്നു. അവർ പല ഭാഷ സംസാരിക്കുന്നവരാണ്, പല മതവിഭാഗക്കാരാണ്, പല ദേശക്കാരാണ്, പക്ഷെ അവരൊന്നിക്കുന്നു. കാരണം എന്ത്? അവർക്ക് അവരുടെ ആവശ്യങ്ങൾ സാധിക്കണമെങ്കിൽ ഒന്നിച്ച് നിന്നേ ഒക്കൂ. അതുകൊണ്ട് അവിടെ യാന്ത്രികമായ ഐക്യമൊന്നും ഉണ്ടാവത്തില്ല. അവർ വേണമെന്ന് വിചാരിച്ചിട്ട് അവർ അസോസിയേഷൻ സമാജങ്ങൾ രൂപീകരിക്കുന്നു, സംഘടനകൾ രൂപീകരിക്കുന്നു. ഓൾദോ ഇൻഡിവിജ്വൽ പെർഫോം ഡിഫറെൻറ്റ് ടാസ്ക് ഓഫൺ ഹാവ് ഡിഫറെൻറ്റ് വാല്യൂസ് ആൻഡ് ഇൻട്രസ്റ്റ്. അവരുടെ മൂല്യങ്ങൾ വ്യത്യാസമാണ്, അവരുടെ താല്പര്യങ്ങൾ വ്യത്യാസമാണ്. അതുപോലെ ദ ഓർഡർ ആൻഡ് വെരി സോളിഡാരിറ്റി ഓഫ് സൊസൈറ്റി ഡിപ്പെൻഡ്സ് ഓൺ ദെയർ റിലയൻസ്. അവർ ഒന്നിച്ചു നിൽക്കുന്നു, അവർ ഈച്ച് അതർ ടു പെർഫോം ദെയർ സ്പെസിഫിക് ടാസ്ക്. ഇപ്പോൾ ഡിവിഷൻ ഓഫ് ലേബറിൽ അങ്ങനെയാണല്ലോ. ഒരു പ്രത്യേക ജോലി ചെയ്യുന്ന ആൾ മറ്റു ഉദ്യോഗസ്ഥന്മാരായിട്ട് കണക്റ്റഡ് ആണ്. അപ്പോൾ ഇപ്പോൾ ഫാക്ടറി തന്നെ എടുക്കുക, ഒരു ഡിപ്പാർട്ട്മെൻറ്റിലെ ആൾക്കാർ മറ്റു ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് നേരിട്ട് ബന്ധമില്ല എങ്കിലും ഇൻഡയറക്റ്റായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സ്പെസിഫൈഡ് ടാസ്ക് അവർ തന്നിട്ടുണ്ടെങ്കിലും അവിടെ ഒരു ഇൻ്റർഡിപ്പെൻഡൻസ് ഉണ്ട്. പരസ്പരം ചുമതലകൾ, അവരുടെ നിർദ്ദിഷ്ട ചുമതലകൾ വഹിക്കുന്നതിന് അവർ പരസ്പരം ആശ്രയിക്കാനുള്ളത്. ദസ് സോഷ്യൽ സോളിഡാരിറ്റി ഈസ് മെയിൻറ്റെയിൻഡ് ഇൻ മോർ കോംപ്ലക്സ് സൊസൈറ്റിയിലാണ് നമ്മൾക്ക് ഈ ഓർഗാനിക് സോളിഡാരിറ്റി കാണാൻ സാധിക്കുന്നത്. അത് ഇൻ്റർഡിപ്പെൻഡൻസ് ഉണ്ട് ഓഫ് ഇറ്റ്സ് കമ്പാർട്ട്മെൻറ്റ് പാർട്ട്. ഓരോ ഭാഗമായിട്ട് ഇങ്ങനെ കമ്പാർട്ട്മെൻറ്റായിട്ട് തരംതിരിച്ചിട്ടാണല്ലോ അവിടെ വർക്ക് നടക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു പ്രൊഡക്റ്റിന് പ്രശ്നം വന്നാൽ അത് തീർച്ചയായിട്ടും മറ്റ് മേഖലയല്ല മറ്റ് ഗ്രൂപ്പിനെയും അത് ബാധിക്കും. ഇനി ഫാമേഴ്സ് ആണെങ്കിലോ, ഫാമേഴ്സ് പ്രൊഡ്യൂസ് ഗ്രെയിൻ ഫോർ ദ ലാൻഡ് ഓണേഴ്സ്. ലാൻഡ് ഓണേഴ്സിന് വേണ്ടി ഫാമേഴ്സ് ഗ്രെയിൻ പ്രൊഡ്യൂസ് ചെയ്യേണ്ടി വരുന്നുണ്ട്. ഹൂ ഹാവ് ബ്രോട്ട് ദം ട്രാക്ക് ടു ഫാം. അവർക്ക് ഉൽപ്പാദന ഉപകരണങ്ങൾ കൊണ്ടുവരുന്ന വ്യക്തി, അയാൾക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കേണ്ടി വരുന്നു. ഇനി ഡിവിഷൻ ഓഫ് ലേബർ എന്ന് പറഞ്ഞാൽ എന്താണെന്നൊന്ന് പറഞ്ഞേക്കാം. ഇറ്റ്സ് എ സ്പെഷ്യലൈസേഷൻ ഓഫ് വർക്ക് ടാസ്ക് ആണ്. ഓരോരുത്തർക്ക് കൊടുത്തിരിക്കുന്ന വർക്ക് ടാസ്ക് ആണ്. ബൈ മീൻസ് ഓഫ് വിച്ച് ഡിഫറെൻറ്റ് ഓക്യുപ്പേഷൻസ്. ഇപ്പോൾ പല ജോലികളിലെ പല തട്ടുകളാക്കി തിരിച്ചിട്ട് ഓരോരുത്തർക്കും ഏൽപ്പിച്ചിരിക്കുന്ന ജോലിയാണ്. അത് കമ്പൈൻഡ് ഇൻ എ പ്രൊഡക്ഷൻ സിസ്റ്റം. ഇപ്പോൾ തൊഴിൽ സമ്പ്രദായം എന്നത് തൊഴിലുകളുടെ സ്പെഷ്യലൈസേഷനാണ്. അതായത് ഒരു ഉൽപ്പാദന വ്യവസ്ഥ എന്ന് പറയുമ്പോൾ വ്യത്യസ്ത തൊഴിലുകൾ അത് സംയോജിക്കപ്പെട്ട് കൊണ്ടുപോകുന്നതാണ് ഡിവിഷൻ ഓഫ് ലേബർ. ഇതാണ് എമിൽ ഡർക്കീമിൻ്റെ തിയറി. നന്നായിട്ട് പഠിക്കുക. തീർച്ചയായിട്ടും ഇതൊക്കെ നിങ്ങൾക്ക് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്.